ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ ഈ കണിമംഗലത്തിന്റെ അകത്ത് മുത്തശ്ശി എത്തിക്കുമെന്ന് ഇനിയല്ല നിന്റെ കയ്യില. രാധികയെ അടിച്ചു പുറത്താക്കുവോ കൊല്ലുകോ എന്താന്ന് വെച്ചാ നീ ചെയ്തു. നിനക്ക് ബുദ്ധിയില്ലല്ലോ. മാനസിക നില തെറ്റിയെന്ന് കോടതി തന്നെ കണ്ടെത്തിയ ആളല്ലേ നീ. എനിക്കൊന്ന് ഓഫീസിൽ പോണം. പൊയ്ക്കോ. ഫിദ മാഡത്തിന് അരികിലേക്ക് ഞാൻ തനിച്ചു പോയിക്കോളാം. അതൊന്നും വേണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിറങ്ങാം. ഞാൻ തന്നെ ഫിദ മാഡത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വരുൺ, ഞാൻ പൊയ്ക്കോളാം. അതൊന്നും പറ്റില്ല. ഞാൻ പോയി കഴിയുമ്പോൾ പ്രിയങ്ക എന്തെങ്കിലും കാണിക്കും. അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് താൻ യാത്ര മുടക്കും. അതുകൊണ്ട് റെഡി ആയിരിക്കും. വാ. പത്മിനി, പ്രിയങ്കയുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, മുൻപ് കണ്ട പോലെ തന്നെ, കൊച്ചുകുട്ടികളെ പോലെ. വരുൺ അവളെ വിവാഹം കഴിച്ചിരുന്ന കാര്യമൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവള് വരുണിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വരുണിന്റെ നേരെ അവളൊന്നും നോക്കുന്നു പോലുമില്ല. അത് നന്നായി. സത്യം പറഞ്ഞാൽ ഒരു നൂൽപാലത്തിൽ കൂടിയാ നമ്മുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ കാര്യത്തിലാ സമാധാനമുള്ളത്? കൽപ്പനയുടെ കാര്യം നമ്മൾ നെഞ്ചിൽ പൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാ സൂര്യ ഒന്നും അറിയാത്തതും പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതും. വരുണിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ തല്ലി ഓടിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ വരുണിന്റെ രാധികയുടെയും ജീവിതം തന്നെയല്ലേ പ്രശ്നത്തിലാവുന്നേ. പക്ഷേ പത്മിനി, ഒരു കാരണവശാലും നമുക്ക് സ്വസ്ഥത ഉണ്ടാകാൻ പാടില്ലെന്ന് ആരൊക്കെയോ തീരുമാനിച്ചതുപോലെയാ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ പുറത്തു പോകുന്നു. പക്ഷേ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ബാക്കി നിൽക്കുന്നു. എന്ത് ചെയ്യാം, നമ്മുടെ വിധിയാ. ഇതിനിടയില് രാധിക മോളുടെ മനസ്സ് തളർന്നു പോവാതെ നോക്കണം. എന്നും എപ്പോഴും വേദന കടിച്ചിറക്കുന്നത് അവളാ. രാധിക മോള് കുറച്ച് സ്ട്രോങ്ങാ. ഒരു പക്ഷേ പ്രിയങ്കയുടെ മാനസിക നില നേരെ ആയാൽ പോലും അവൾ വേറൊരു തീരുമാനം എടുക്കില്ല. പത്മിനി, തൊട്ടാൽ മുറിവേൽക്കുന്ന രീതിയിലാണ് ഓരോരുത്തരുടെയും മനസ്സ്. മക്കളെല്ലാം തീയുടെ നടുവിൽ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആശ്വസിക്കാൻ മാർഗമുണ്ടോ? എപ്പോഴെങ്കിലും ഒരവസരം വരും. അപ്പൊ പ്രിയങ്ക ഇവിടുന്ന് പറഞ്ഞയക്കാൻ നമുക്ക് പറ്റും. അത് നടന്നേ പറ്റൂ, അധികം വൈകാതെ.
മോളെ മുത്തശ്ശി ആ, അയ്യോ. മുത്തശ്ശി ആ, മോളെ അയ്യോ മുത്തശ്ശി ഇവിടെ വന്ന് ആരെങ്കിലും കണ്ട കുഴപ്പാവും. എടി അതൊക്കെ നോക്കിട്ടാ ഞാൻ വന്നത്. നീ ഒന്ന് പുറത്തേക്ക് വാ. നിക്ക് ഞാൻ വരാം. നീ ഇറങ്ങി വാ. ആ. മുത്തശ്ശി മോളെ എടി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശി. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നെ ഈ കണിമംഗലത്തിന്റെ അകത്ത് മുത്തശ്ശി എത്തിക്കുമെന്ന്? ഇനിയല്ല നിന്റെ കയ്യിലാ. രാധികയെ അടിച്ചു പുറത്താക്കുവോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ നീ ചെയ്തു. നിനക്ക് ബുദ്ധിയില്ലല്ലോ. മാനസിക നില തെറ്റിയെന്ന് കോടതി തന്നെ കണ്ടെത്തിയ ആളല്ലേ നീ. എടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനെ വിളിച്ചു ചോദിച്ചിരുന്നു. അയാള് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. എന്നാലും മുത്തശ്ശി ഇവിടെ വരുന്നത് കണ്ടാ എല്ലാവർക്കും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് ആ വരുണും സൂര്യക്കും. ആ പിന്നെ ഞാൻ നിന്റെ ഫോണും കൊണ്ട് വന്നതാ. അതില്ലെങ്കിൽ പ്രശ്നമാ. പിടിച്ചോ. ആ പിന്നെ ഒരു കാര്യം പറയാം. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുള്ള കാര്യം ഒരാളും അറിയാൻ പാടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശി. എന്നാലും ആ പെട്രോൾ ഒഴിച്ച് മുത്തശ്ശിയുടെ പ്രകടനം ഉണ്ടല്ലോ, അതിലെല്ലാരും ഞെട്ടി കേട്ടോ. ഇപ്പോഴും എന്നെ കാണുമ്പോ എല്ലാവരും പേടിയോടെയാ നോക്കുന്നേ. എടി മുത്തശ്ശി നിന്നോട് പറഞ്ഞിട്ടില്ലേ, മുത്തശ്ശി ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ മോളെ. നിനക്ക് വേണ്ടിയാന്ന് കത്തി തീരേണ്ടി വന്നാലും കത്തി തീർന്നേനെ.